മുടിക്ക് നല്ല മോയ്സ്ചറൈസർ കിട്ടാനും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മുടിക്കും ഒക്കെ ഒരു പരിഹാര മാർഗമാണ് ഈ ഒരു പാക്ക്. അപ്പോൾ നമ്മൾ എന്നും സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ മുടിയുടെ ചിക്കൊക്കെ പോക്കി വെക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് കുറച്ച് ചിക്കൊക്കെ വളരെ വളരെ സാവധാനം പോക്കണം കേട്ടോ. മുടിയൊന്നും പിടിച്ച് അറ്റിക്കരുത്, പിടിച്ച് വലിച്ച് പൊട്ടിക്കരുത്. നന്നായിട്ട് സാവധാനം സമയമെടുത്ത് തന്നെ മുടിയുടെ ചിക്കൊക്കെ പോക്കി വെക്കുക. എന്നിട്ട് ഒരിച്ചിരി എണ്ണ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ തേച്ച് കൊടുക്കുക നന്നായിട്ട് മുടിയിൽ എല്ലായിടത്തും. ഒരു അധികം ഒന്നും വേണ്ട, കുറച്ച് മതി. ഒരു മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് തേക്കുന്ന പോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു ഫ്ലാറ്റ് സീഡാണ്. നമ്മൾ അതിന് മലയാളത്തിൽ പറയുന്നത് ചണവിത്ത് എന്നാണ് പറയുന്നത്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ് കേട്ടോ. ഞാനതൊരു 4-5 സ്പൂണ് ഓളം എടുക്കുന്നുണ്ട്. ഇത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. തലേ ദിവസം രാത്രി നന്നായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് അത് പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണിത്. നമ്മൾ ഇന്നലെ പുതിർത്ത് വെച്ച ഫ്ലാറ്റ് സീഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് നന്നായിട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ചീച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ഒരു തുണിയിൽ അരിച്ച് നമുക്കതിൻ്റെ വെള്ളം, അതിൻ്റെ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു വെള്ളമായിട്ട് നമുക്ക് കിട്ടും. ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്, ആവശ്യം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതൊരു 2 എണ്ണം വെച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇൻ്റെ എണ്ണ തന്നെ കിട്ടുമല്ലോ നമുക്ക്, അങ്ങനത്തെ എണ്ണയോ എന്തായാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വൈറ്റമിൻ ഇ ആകുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആണെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കിതിനി തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക്. ഇത്രയും ചെറിയ പാക്കാണ് കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. എല്ലാവരും ചെയ്തു നോക്കുക. നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതിനും അതുപോലെ നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ പൊട്ടിപ്പോകുന്നതിനും അതുപോലെ നല്ല സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും ഡ്രൈ ഹെയർ മാറിക്കിട്ടാനും ഒക്കെ ഇത് നല്ലൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ഇത് നന്നായിട്ട് മുടിയിൽ തേച്ചിങ്ങനെ അങ്ങനെ ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുടീൻ്റെ മുകളിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിൽ മാത്രമല്ല, മുടീൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഒരു മസാജൊക്കെ കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊരു മസാജിങ് ഒക്കെ കൊടുക്കുക. ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പാക്ക്. നന്നായിട്ട് മസാജിങ് ഒക്കെ കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുളിക്കാവുന്നതാണ്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുളിക്കുക. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടി കെട്ടി വെക്കരുത്. മുടി കെട്ടി വെച്ചാൽ ചിലപ്പോൾ മുടിക്കൊരു നമ്മൾ കെട്ടുന്നതനുസരിച്ച് ഒരു വളവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുടി കെട്ടി വെക്കേണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.